കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന കാലഘട്ടമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യുവ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കൊടുമ്പിരി കൊള്ളിരിക്കവേ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെന്നി നൈനാനെതിരെ പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു നിയമ നടപടി എന്നതിലുപരി വരാനിരിക്കുന്ന നിർണായക രാഷ്ട്രീയ നീക്കങ്ങളുടെ സൂചനയായാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉയർന്നു വന്ന മൂന്നാമത്തെ പരാതിക്കാരിയുടെ ആരോപണങ്ങളാണ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട ചില സ്ക്രീൻഷോട്ടുകൾ, ശബ്ദരേഖകളും ഫെന്നി നൈനാൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പുറത്തുവിട്ടിരുന്നു. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തെളിയിക്കാനാണ് ഫെന്നി ശ്രമിച്ചത്. എന്നാൽ ഈ പോസ്റ്റുകളിൽ അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ ഉണ്ടെന്നും കാണിച്ച് പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു. പത്തനംതിട്ട സൈബർ പോലീസ് സബ് ഇൻസ്പെക്ടർ നിതിനാർ അന്വേഷിക്കുന്ന ഈ കേസിൽ ഫെന്നിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആറിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഒരു പീഡന കേസിലെ അതിജീവിതയുടെ പേരോ അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. ഫെന്നി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടു എന്നതാണ് പ്രധാന ആരോപണം. അതിജീവിതയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയായി പ്രചരിപ്പിച്ചു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 72(1), സെക്ഷൻ 79 എന്നിവയും IT ആക്ട് 2000 സെക്ഷൻ 67 പ്രകാരമാണ് കേസ്. അതിജീവിതയുടെ അന്തസ്സിനെ ഭംഗം വരുത്തി എന്നതാണ് ഇതിലെ കാതൽ. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഫെന്നി നൈനാൻ സ്വീകരിച്ച നിലപാട് കൂടുതൽ വാശിയേറിയതാണ്. ഫെന്നി നൈനാൻ പേടിച്ചിട്ടൊന്നുമില്ല, പിന്നോട്ടുമില്ല എന്ന തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പോരാട്ടം നിയമപരമായും രാഷ്ട്രീയമായും തുടരുമെന്നാണ്. ഫെന്നിയുടെ വാദങ്ങൾ ഇപ്രകാരമാണ്. താൻ പുറത്തുവിട്ടത് വെറും ചാറ്റുകളുടെ കഷ്ണങ്ങളല്ല, ബന്ധം തുടങ്ങിയ കാലം മുതലുള്ള മുഴുവൻ സംഭാഷണങ്ങളും തന്റെ കൈവശമുണ്ട്. പ്രമുഖ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്, അഡ്വക്കേറ്റ് ശേഖർ എന്നിവരെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയെ സമീപിച്ച FIR റദ്ദാക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെ തളയ്ക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് തന്നെ നിശബ്ദനാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് ഫെന്നിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇതിലെ സെക്ഷൻ 72(1) പ്രകാരം പീഡന കേസുകളിലെ ഇരയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വലിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂടാതെ സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന സെക്ഷൻ 79 ചേരുമ്പോൾ കേസ് അതീവ ഗൗരവകരമാകുന്നു. ഈ നിയമപരമായ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ ഫെന്നി ഉപയോഗിക്കുമെന്നതും കണ്ടറിയണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഒരു ഇരട്ട തലപ്പുള്ള വാളാണ്. ഫെന്നി നൈനാൻ തന്റെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ ഫെന്നിക്കെതിരെയുള്ള ഓരോ നീക്കവും രാഹുലിനെതിരെയുള്ള ആയുധമായി രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുന്നു. എന്നാൽ പരാതിക്കാരിയുടെ വിശ്വസ്തത ചോദ്യം ചെയ്യുന്ന തെളിവുകൾ പുറത്തു വന്നാൽ അത് രാഹുലിന് രാഷ്ട്രീയമായി ഗുണം ചെയ്തേക്കാം. ഈ കേസിന്റെ മറ്റൊരു പ്രധാന വശം സോഷ്യൽ മീഡിയയിലെ പോരാട്ടമാണ്. പത്തനംതിട്ട SPക്ക് ലഭിച്ച URLകളുടെയും സ്ക്രീൻഷോട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഡിജിറ്റൽ യുഗത്തിൽ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്താലും അതിന്റെ ഫോറൻസിക് തെളിവുകൾ അവശേഷിക്കുമെന്നത് ഇത്തരം കേസുകളിൽ നിർണായകമാണ്. ഫെന്നി നൈനാൻ തന്റെ കയ്യിലുള്ള ചാറ്റുകൾ പൂർണ്ണ രൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ പരാതിക്കാരിയുടെ മുൻകാല നിലപാടുകളും വെളിപ്പെടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന പീഡന ആരോപണങ്ങളും അതിന് മറുപടിയായി സൈബർ ഇടങ്ങളിൽ നടക്കുന്ന വെളിപ്പെടുത്തലുകളും കേരളത്തിൽ ഒരു പുതിയ കീഴ്വഴക്കമായി മാറുകയാണ്. നിയമം കയ്യിലെടുക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഒരു വശത്തും അധികാരം ഉപയോഗിച്ചുള്ള കേസുകൾ മറുവശത്തും നടക്കുന്നുണ്ടോ എന്ന സംശയം പൊതുസമൂഹം ഉയർത്തുന്നുമുണ്ട്. ഫെന്നി നൈനാൻ ഹൈക്കോടതിയിൽ നൽകുന്ന ഹർജി ഈ കേസിന്റെ ഗതി മാറ്റും. പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഫെന്നിക്ക് കഴിഞ്ഞാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും. എന്നാൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതിന് വ്യക്തമായ തെളിവ് കോടതിക്ക് ലഭിച്ചാൽ ഫെന്നിക്ക് ജാമ്യം ലഭിക്കുന്നത് പ്രയാസകരമാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങളും ഫെന്നി നൈനാനെതിരായ സൈബർ കേസുകളും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കുകയാണ്. നിയമപരമായ പോരാട്ടത്തിനപ്പുറം ഇതൊരു വൻ രാഷ്ട്രീയ ചതുരംഗ കളിയായി മാറിക്കഴിഞ്ഞു. സത്യം പുറത്തു കൊണ്ടുവരാൻ നീതിപീഠത്തിന്റെ ഇടപെടൽ അത്യാവശ്യമായ ഒരു ഘട്ടമാണിത്. പേടിച്ചിട്ടുമില്ല, പിന്നോട്ടുമില്ല എന്ന ഫെന്നിയുടെ പ്രഖ്യാപനം വരാനിരിക്കുന്ന വലിയ വെളിപ്പെടുത്തലുകളുടെ സൂചനയാണോ അതോ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം മാത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഫെന്നി നൈനാനെതിരെയുള്ള കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപരമായ നൂലാമാലകൾ അതീവ സങ്കീർണമാണ്. പ്രധാനമായും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത IT ആക്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഇതിലെ പ്രധാന നിയമക്കുരുക്കുകൾ ഇവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നൂലാമാല അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. പഴയ IPC 228A പകരമായി വന്ന BNS സെക്ഷൻ 72 പ്രകാരം ലൈംഗിക അതിക്രമത്തിന് ഇരയായ വ്യക്തിയുടെ പേരോ അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങളോ പരസ്യപ്പെടുത്തുന്നത് ശിക്ഷാർഹമാണ്. ഫെന്നി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇത് ലംഘിച്ചോ എന്നാണ് കോടതി പരിശോധിക്കുക. ഞാൻ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന ഫെന്നിയുടെ വാദം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം പങ്കുവച്ച സ്ക്രീൻഷോട്ടുകളിലോ വിവരങ്ങളിലോ ഇരയെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സൂചനയും ഉണ്ടാകാൻ പാടില്ല. IT ആക്ട് സെക്ഷൻ 67 പ്രകാരം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഇവിടെ അശ്ലീലത എന്നതിന്റെ നിർവചനം പലപ്പോഴും നിയമയുദ്ധങ്ങൾക്ക് കാരണമാകാറുണ്ട്. സന്ദേശങ്ങളുടെ ഉള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണോ അതോ കേവലം തെളിവുകൾ നിരത്തുക
മാത്രമാണോ ചെയ്തതെന്നത് നിയമപരമായി തെളിയിക്കേണ്ടി വരും. ഫെന്നിയുടെ കയ്യിലുള്ള പൂർണ്ണ രൂപത്തിലുള്ള ചാറ്റുകൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കണമെങ്കിൽ അത് ഭാരതീയ സാക്ഷ്യ അധിനിയമപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കണം. ഡിലീറ്റ് ചെയ്യപ്പെടാത്തതും എഡിറ്റ് ചെയ്തതുമായ ഒറിജിനൽ ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും. പോലീസ് സ്വമേധയാ കേസെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഇര പരാതി നൽകാതെ ഇത്തരം കേസുകളിൽ പോലീസ് വേഗത കാണിക്കാറില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയിക്കാൻ ഫെന്നിക്ക് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചേക്കാം. എന്നാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഉള്ളതിനാൽ ഹൈക്കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യം ഫെന്നിയുടെ വരാനിരിക്കുന്ന നീക്കങ്ങൾക്ക് നിർണായകമാകും. ചുരുക്കത്തിൽ തെളിവ് പുറത്തുവിടാനുള്ള അവകാശവും അതിജീവിയുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള നിയമപരമായ ബാധ്യതയും തമ്മിലുള്ള വലിയൊരു നിയമ പോരാട്ടത്തിനാണ് ഈ കേസ് സാക്ഷ്യം വഹിക്കുന്നത്.